അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമസ്കാരം. ഉമ്മർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചൊറിയണത്തെ പറ്റിയാണ്. ഇതിന് കഞ്ഞിക്കൂവ എന്ന് പറയും, കൊടുത്തുവ എന്ന് പറയും, അങ്ങനെ പല പേരിലും പല ഭാഗത്ത് അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളവിടെ ഇതിന് പറയണത് ആനക്കൊടുത്തുവ എന്നാണ്. ഈ ആനക്കൊടുത്തുവ പഴമക്കാർ കറികളായിട്ടും അതേപോലെ തോരൻ വെച്ചിട്ടും ഔഷധമായിട്ടും ധാരാളം ഉപയോഗിച്ചിരുന്നു. ഇതിൽ ധാരാളം കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, അയേൺ, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വൈറ്റമിൻ്റെയും മിനറൽസിൻ്റെയും കലവറയായ ഇവനെ ചൊറിയെന്ന് കരുതിയിട്ട് ആരും മാറ്റി നിർത്തരുത്. ചൊറിയുന്നതിന് ഗ്ലൗസോ കവറോ കയ്യിലിട്ട് കൈകാര്യം ചെയ്താൽ മതി. അതേപോലെ ഇത് തല്ലി കഴുകിയാൽ ചൊറിച്ചിൽ കുറയും. ചർമ്മരോഗം, തലവേദന, മുടികൊഴിച്ചിൽ, ദഹനക്കേട്, അലർജി ഇവക്കൊക്കെയുള്ള ആയുർവേദിക് മരുന്നിൽ ഇവനാണ് മുഖ്യ ചേരുവ. ഓണപ്പഴുപ്പിന് കഞ്ഞിക്കൊടുത്തുകൂടെ വേരെടുത്ത് തിളപ്പിച്ച് അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഗാർഗിൾ ചെയ്താൽ മോണവേദന പഴുപ്പ് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടും. എന്ത് ചെയ്തിട്ടും താരം മാറാത്തവർ ഈ കൊടുത്തുക സമൂലെടുത്ത് തിളപ്പിച്ച് തല കഴുകുക. എന്നിട്ടൊന്ന് വിവരം പറയണ്ടേ, ഫീഡ്ബാക്ക് അറിയിക്കണം. താരം പമ്പ കടക്കും. കൊടുത്തുകട ഇല ഒരു പിടിയെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് രക്തം ശുദ്ധിയാവാൻ വളരെ നല്ലതാണ്. പ്രമേഹരോഗികൾക്കും പൊണ്ണത്തടിയുള്ളവർക്കും പ്രത്യേകം ഗുണം ചെയ്യും. കീടങ്ങളൊക്കെ നീക്കം ചെയ്ത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം കറി വെക്കാൻ എടുക്കാൻ. കറി വെക്കാൻ ഈ ഇളം തണ്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഈ പൂക്കളും തോരൻ വെക്കാൻ പറ്റും. ഇത്രയധികം പൂക്കൾ നമുക്ക് സംഘടിപ്പിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. 2 തരം കൊടുത്തുക ഉണ്ട്. ഒന്ന് വള്ളിയായിട്ട് പടണതും മറ്റൊന്ന് ഈ വീഡിയോയിൽ കാണും പോലെ കുറ്റിച്ചെടിയായിട്ട് വളരുന്നതും. ഈ കുറ്റിച്ചെടിയാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുക. കൊടുത്തുകയുടെ ക്യാപ്സൂൾ ഇന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ചൊറിയണത്തേക്കാൾ മികച്ചൊരില കറി വെക്കാൻ കിട്ടുമോ എന്ന് സംശയമാണ്. അത്രക്കധികം വിറ്റാമിൻസും മിനറൽസും ഉണ്ട് ഇവനിൽ. ഇതിൻ്റെ ഗുണങ്ങൾ അറിയുന്നവർ തോരൻ വെച്ചും കറി വെച്ചും ധാരാളം കഴിക്കുന്നവരായിരിക്കും. അറിയാത്തവരാണ് ഇത് ചൊറിയെന്ന് കരുതി മാറ്റി നിർത്തുക. അപ്പോൾ ഇത് ഉള്ളം കയ്യിൽ തട്ടിയാൽ ചൊറിയില്ല. ഉള്ളം കയ്യിൽ അങ്ങനെ നമുക്ക് പിടിക്കാം, യാതൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മളെ തൊലിപ്പുറത്ത് തട്ടിയെങ്കിൽ അത് ചൊറിയുള്ളൂ. പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച ഒരു അമൂല്യ ചെടിയാണിത്. മഴ തുടങ്ങി ജൂൺ മുതൽ നമ്മുടെ വീട്ടുവളപ്പിൽ ധാരാളം മുളച്ച് പൊന്തും. 3-4 മാസമേ കാണൂ. ആ സമയം നമ്മൾ ഇത് പൊട്ടിച്ചെടുത്ത് കഴിയുന്നത്ര കറി വെച്ചോ തോരൻ വെച്ചോ കഴിക്കാൻ ശ്രമിക്കണം. വിഷമടിക്കാത്ത ഇത്തരത്തിലുള്ള പലതരം ഇലകൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഈ മഴക്കാലത്ത് നമ്മുടെ വീട്ടുവളപ്പിൽ ധാരാളം കിട്ടും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. സുഹൃത്തുക്കളെ, യൂട്യൂബിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചൊറിയണത്തെ പറ്റി അറിയാത്തവർക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.